ഇത് ആര് ചെയ്താലും പക്കാ തന്തയില്ലായ്ത്തനം എന്നേ പറയാവുള്ളൂ, നമ്മൾ മലയാളത്തിൽ പറയണമെങ്കിൽ. കാരണം ആ പ്രൊഡ്യൂസറിൻ്റെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കണം. ആ പ്രൊഡ്യൂസർ 450 കോടി ഇൻട്രസ്റ്റ് എടുത്തും പല ആൾക്കാരുടെ എടുത്തുമാണ് ആ സിനിമ എടുത്തേക്കുന്നത്. 450 കോടി പ്ലസ്സാണ്. പടത്തിൻ്റെ OTT ഡീൽ നടന്നിട്ട് പറഞ്ഞ സമയത്ത് റിലീസ് ചെയ്യാത്തത് കൊണ്ട് ആ പടം ഇപ്പം OTTയും പോയി. അപ്പം ഈ OTT സെയിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇനി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ടൊറൻറ്റിലാണ് വന്നത്, മീൻസ് ടെലിഗ്രാം ബാക്കിയല്ല, ഈ വ്യാജ പ്രിൻ്റ് ഏറ്റവും തലതൊട്ട ചാനൽ ടൊറൻറ്റിലാണ് ഈ സാധനം വന്നത്. പക്ക HD ക്വാളിറ്റി സാധനമാണ് വന്നിട്ടുള്ളത്. വളരെ മോശമാണ്. പക്ഷേ അവർ തന്നെ അത് റിമൂവ് ചെയ്തിട്ട് അതിലൊരു നോട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. മീൻസ് ഇങ്ങനത്തെ ഈ പൊളിറ്റീഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ട് ഈ പടം ഞങ്ങൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് അവർ തന്നെ അതിൻ്റെ ഇതിലിട്ടിട്ടുണ്ട്. ഇത് കാണിച്ചത് പക്ക മോശമാണ്. പിന്നെ ഇത് എന്തായാലും ലീക്കായതിൽ ഒന്ന് രണ്ട് സൈഡായിരിക്കും. ഒന്ന് തമിഴ്നാട്ടിലുള്ളവർ ഈ ഇലക്ഷൻ സമയം ഈ തമിഴ്നാട്ടിലുള്ളവർ സെൻറ്റി നോക്കിയാണ് വോട്ടിടുന്നത്. കേരളത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് വോട്ടിടും. ഈ തമിഴ്നാട്ടിൽ സെൻറ്റി നോക്കിയാണ് വോട്ടിടുന്നത്. ഈ സമയത്ത് വിജയ്ക്ക് ഇന്നലെ തൊട്ട് നല്ല രീതിക്ക് സെൻറ്റിമെൻറ്റ് വോട്ട് വന്നു. ഇത് ചില സമയം വിജയ് സൈഡിലുള്ളവർ തന്നെ ഈ സാധനം ലീക്കായത് ലാപ്ടോപ്പിൽ കാണുന്നത് പോലെ, അത് തിയേറ്റർ പ്രിൻ്റ് അല്ല, ഒരാൾ ലാപ്ടോപ്പിൽ കാണുന്നത് പോലത്തെ സീനാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ ഈ പടം എല്ലാവർക്കും കിട്ടത്തില്ല. വളരെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ആ പടം കാണാൻ പറ്റുള്ളൂ ലാപ്ടോപ്പിലൊക്കെ. അപ്പോൾ ഒന്ന് വിജയ് തന്നെ ഈ ഇലക്ഷൻ്റെ പുള്ളിക്ക് വോട്ട് കൂടുതൽ കിട്ടാൻ, പുള്ളിക്ക് സിമ്പതി കിട്ടാൻ പുള്ളി റിലീസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എതിർ ടീമായിട്ടുള്ള DMK അവർ ഇതിനെ പുള്ളിയെ താറടിക്കാൻ വേണ്ടി ചെയ്തിരിക്കും. പക്ഷേ പുള്ളിയെ ഇതിലിപ്പം പെട്ടുപോയത് വിജയല്ല, പെട്ടുപോയത് പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ ഇനി ഇട്ട പൈസ കിട്ടുന്നത് പുള്ളിക്ക് വളരെ ബുദ്ധിമുട്ടാണ്.